Hi friends, Assalamu alaikum. Bismi Kitchen എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സേമിയ പായസമാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയ ഒരു സേമിയ പായസമാണ്. ഇത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ ഒരു പായസത്തിലേക്ക് ഞാൻ ആകെ ഈ 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നെയ്യ് ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഒന്ന് പകുതി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ആ മുന്തിരി കൂടെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി 250 ml കപ്പിൽ 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. സേമിയ നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സേമിയ ഒരുപാട് മൂത്ത് പോകണ്ട, ജസ്റ്റ് പകുതി ഒന്ന് മൂപ്പാവുന്ന സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചവ്വരി കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് സേമിയ കറക്റ്റ് മൂപ്പായി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് സേമിയ ഒരു പകുതി മൂപ്പായപ്പോൾ നമ്മൾ ചവ്വരി ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ രണ്ടും നന്നായിട്ട് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ്. ഞാൻ 2.5 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 250 ml കപ്പിൽ 2.5 കപ്പ്. ആ തിളച്ച വെള്ളം നമുക്ക് ഈ സേമിയയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, തുറന്ന് തന്നെ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് സേമിയൊക്കെ ഇവിടെ മുക്കാൽ ഭാഗത്തിലേറെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഞാൻ 1/2 ലിറ്റർ പാലാണ് ചേർക്കുന്നത്. തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആയ പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തിളപ്പിക്കാത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽ കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പാലൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സേമിയ എപ്പോഴും വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ആദ്യം തന്നെ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ സേമിയ വേകാതെ കിടക്കും. പിന്നെ ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ അതേ സേമിയ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, പഞ്ചസാരയും മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അവസാനം കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അത് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. സേമിയ നന്നായി വെന്ത് പാലൊക്കെ ഒഴിച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കുകയാണ്. ഒരു 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കാരമൽ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ പായസം കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു ലൈറ്റ് കളർ വരുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ ഇതിന് പകരം നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ബട്ടർ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചൂടുള്ള പാലല്ല, തണുത്ത പാലാണ് ചേർത്തത്. അപ്പോൾ തണുത്ത പാൽ ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ കട്ടയായത്. അപ്പോൾ ഇത് കുറച്ച് നേരം അടുപ്പത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്താൽ തന്നെ മെൽറ്റായി വന്നോളൂ. അപ്പോൾ അതിന് പകരം തിളച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ കട്ടയാകുമൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സേമിയ പായസമാണ്. അപ്പോൾ നിങ്ങൾ പായസം ഓണത്തിന് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുള്ളൂ. എന്തായാലും തീർച്ചയായും ഇഷ്ടമാവും. ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ പായസത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ലൊരു പിങ്ക് കളറിലുള്ള നമുക്ക് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കാഷ്നട്ടും റൈസിൽസും ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റിയാണ്. അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും